ബർത്ത്ഡേക്ക് വന്ന ഫ്രണ്ട്സ്, മൈ ഫ്രണ്ട്സ്. ഇവരെ ഞാൻ എവിടെയോ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് 27ാമത്തെ പിറന്നാളിന് പടക്കക്കടന്ന് എഴുതി കഴിഞ്ഞാൽ അവന് നാണക്കേടാണ്. അവനൊക്കെ ഇപ്പൊ സിനിമാക്കാരൻ ഹൈ ലെവലായല്ലോ. അതാകുമ്പോ നമുക്ക് ക്രാക്കർ ഷോപ്പ് ഒന്ന് എഴുതാം. ഒരു മുത്തം തരാൻ പാടില്ല അതൊന്നും എൻ്റെ ഉപ്പാപ്പ പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. എല്ലാ വർഷവും എന്റെ ബർത്ത്ഡേ ദിവസം ഊഞ്ഞാലാട്ടലായിട്ടേ ഉള്ളൂ. ഈ ബർത്ത്ഡേയും നീയൊക്കെ ഉള്ള അതിൽ പറഞ്ഞൊന്നും ഞാൻ പ്രതീക്ഷിക്കണില്ല. 27 എണ്ണം കുത്തേണ്ടി വരും. എന്റെ ബേബി ഷവർ എന്റെ പണ്ട് കൊച്ചിൽ എടുത്തില്ല, മറ്റേ ഇപ്പൊ എല്ലാരും കാണിച്ചില്ല ഇങ്ങനെ റാപ്പ് ചെയ്തിട്ട് 27 എഴുതിയിട്ട് 25 വയസ്സ് 600 രൂപ അവിടെ ചെന്ന് ആകെ കുറവുള്ള ഏത് കേൾക്കണമെന്ന് ചോദിച്ചു. 450 രൂപയുടെ 2 എണ്ണം കഴിച്ചു. അതിനകത്ത് ഭംഗിയുള്ളവർ ഞാൻ കഴിക്കണല്ലോ, വെട്ടിട്ട് വായു വെച്ചിട്ടുണ്ട്. അച്ഛൻ്റെ കൂടെ പഠിച്ച ഇതിന് ആദ്യത്തെ കേക്ക്. അടുത്ത വർഷം ജീവിച്ചിരിക്കാൻ പോലും സാധ്യത അതിന്റെ ബിദു വരും. പടക്കം ഒരു കാര്യത്തിന് പോയാ ഇനി ഗുണ്ടായുസം കാണിച്ചിട്ടാണെങ്കിലും അത് നടത്തിയിട്ട് വരും. എല്ലാരും ചോദിക്കുന്നു വരുമോന്ന്, പക്ഷെ വരും. ഇത് കിട്ടാതിരിക്കോടാ, എന്റെ തലേ കിട്ടും. വരൂലടാ, എനിക്കറിയാൻ പറ്റില്ല. വന്നില്ലെങ്കിൽ ഇവനെ മൊട്ടയടിച്ച് എടപ്പള്ളി ബൈപ്പാസിൽ കൂടെ ഓടിക്കും. ഇതാണ് വിളിച്ച് ട്രൈ ചെയ്യാൻ പറഞ്ഞത് സാർ. ആകെയുള്ള ഒരു വർഷം ഇത് ട്രൈ ചെയ്താൽ തിരിച്ചു കൊടുക്കാം. കിട്ടിയില്ലേ 16 വരും. ഇതൊക്കെ എന്ത് ആരോഗ്യവും ആയുസ്സും ആഫിയത്തും എന്താ ഷൈട്ട് പറഞ്ഞ ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. ഒരുപാട് ഉയരങ്ങളിലേക്ക് എന്റെ വിച്ചുവിനെ എത്തിക്കുകയാണ് പഠിച്ചവനെ. അതുപോലെ നാളെ വർക്കിന് നീ വർക്ക് വന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു. ഞാൻ ലീവാ 2 ദിവസം. എങ്ങനെ ഇരിക്കണം? വായിലോട്ട് കയറാ വന്നു. കിട്ടായിരിക്കല്ലേ ബിരിയാണി പ്രതീക്ഷിച്ചിട്ട് കിളിക്കൂടെന്നൊക്കെ പറയണം. പ്രശ്നങ്ങളെ ഫേസ് ചെയ്യൂ തോമൻ. ഞാൻ എടുക്കട്ടെ. തമ്പി ഫോൺ മാറ്റ്. നീ എന്നെ വിറ്റ് കാശാക്കാൻ തന്നെ തീരുമാനിച്ചേക്കോ എനിക്ക് മനസ്സിലായി. നന്ദി. വാക്കുകൾ ഇട്ടല്ലോ, ഇറങ്ങി പോളാൻ.